മക്കളെ, LBS BSc നേഴ്സിംഗിൻ്റെയും അലൈഡ് ഹെൽത്ത് സയൻസിൻ്റെയും 3rd റൗണ്ട് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ BSc നേഴ്സിംഗിൻ്റേതാണ് വന്നിരിക്കുന്നത്, അലൈഡിൻ്റേത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ ജോയിൻ ചെയ്യേണ്ടത് ഓഗസ്റ്റ് 13 തുടങ്ങി ഓഗസ്റ്റ് 20 വരെയുള്ള തീയതികൾക്കുള്ളിലാണ് കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത്. അതിൻ്റെ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ നോക്കാം. അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾക്ക് lbscenter.kerala.gov.in എന്നുള്ള സൈറ്റിൽ കയറി നിങ്ങളുടെ അലോട്ട്മെൻറ്റ് കാണാവുന്നതാണ്. അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ നിങ്ങൾക്ക് അടയ്ക്കേണ്ട ഫീസ്, ആ ഫീസ് ഓൺലൈനായിട്ട് വേണമെങ്കിൽ അടയ്ക്കാം, അല്ലെങ്കിൽ ചലാൻ ഉപയോഗിച്ചും അടയ്ക്കാം. അങ്ങനെ ഫീസ് അടച്ചതിന് ശേഷം വെബ്സൈറ്റിൽ നിന്ന് പ്രിൻ്റ് എടുത്ത അലോട്ട്മെൻറ്റ് മെമ്മോയും നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെൻറ്റുമായിട്ട് ഓഗസ്റ്റ് 20 ഏത് കോളേജിലാണോ അലോട്ട്മെൻറ്റ് കിട്ടിയത് ആ കോളേജിൽ നേരിട്ട് ഹാജരായി പ്രവേശനം നേടണം. ഇപ്പം 3rd റൗണ്ടിൽ അലോട്ട്മെൻറ്റ് കിട്ടിയവരും 1st or 2nd റൗണ്ടുകളിൽ അലോട്ട്മെൻറ്റ് കിട്ടിയവരും ഒക്കെ, അതായത് ഏത് റൗണ്ടിലെങ്കിലും അലോട്ട്മെൻറ്റ് കിട്ടിയവരൊക്കെ വെബ്സൈറ്റിൽ നിന്ന് അവരുടെ ഹോം പേജിൽ കയറി അലോട്ട്മെൻറ്റ് മെമ്മോയുടെ പ്രിൻ്റ് എടുത്ത് ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് 13 തീയതി ഓഗസ്റ്റ് 13 തുടങ്ങി ഓഗസ്റ്റ് 20 ജോയിൻ ചെയ്യേണ്ടതാണ്. അത് ഏത് കോളേജിലാണോ കിട്ടിയത് ആ കോളേജിലാണ് ജോയിൻ ചെയ്യേണ്ടത്. അതുപോലെ ഇനി പുതിയ കോളേജുകൾക്ക് അംഗീകാരം ലഭിക്കുകയാണെങ്കിൽ അതൊക്കെ കോളേജിൻ്റെ ഈ ലിസ്റ്റിൽ ചേർക്കുന്നതും പിന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ വയ്ക്കാവുന്നതുമാണ്. ഇനി അലൈഡ് ഹെൽത്ത് സയൻസ് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് അംഗീകൃത ലിസ്റ്റ് ലഭിക്കുന്ന മുറയ്ക്ക് ഓപ്ഷനിൽ ഉൾപ്പെടുത്താനുള്ള അവസരം തരും, അല്ലെങ്കിൽ പുതിയതായിട്ട് ഓപ്ഷൻ കൊടുക്കാനും അവസരം തരും. ഇനി ഒരുപാട് കുട്ടികൾക്ക് സംശയമുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകൾക്ക് മാത്രം, അതായത് നഴ്സിംഗ് വേണ്ട, അലൈഡ് മാത്രം മതി എന്ന് താല്പര്യമുള്ള കുട്ടികൾക്ക് നേഴ്സിംഗ് അലോട്ട്മെന്റ് കിട്ടിയാൽ ഇപ്പോൾ പ്രവേശനം എടുക്കണമെന്നില്ല, ആ സീറ്റ് നഷ്ടപ്പെടുന്നേ ഉള്ളൂ. അലൈഡ് ഹെൽത്ത് സയൻസിൽ പിന്നീട് നിങ്ങൾക്ക് ഓപ്ഷൻ വയ്ക്കാൻ സമയം തരും. ഇനി നിങ്ങളിത് അഡ്മിഷൻ എടുത്താൽ തന്നെ അലൈഡ് ഹെൽത്ത് സയൻസിന് ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങുമ്പോൾ അവർക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ കൊടുക്കാവുന്നതും, അപ്പോൾ നേഴ്സിംഗ് അപ്പോൾ നിങ്ങൾക്ക് വേറെ അലോട്ട്മെന്റ് കിട്ടിയാൽ ഇതിൽ നിന്ന് അങ്ങോട്ട് മാറാവുന്നതുമാണ്. അപ്പോൾ മാറ്റം അനുവദിക്കും. ഇപ്പം നിങ്ങൾക്ക് ഒരു നേഴ്സിംഗ് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് പിന്നീട് അലൈഡ് വെച്ച് അലൈഡിലേക്ക് സീറ്റ് കിട്ടിയാൽ അവിടുന്ന് അങ്ങോട്ട് മാറാനുള്ള അവസരമുണ്ട്. ഇനി നിങ്ങൾ ജോയിൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഈ സീറ്റ് നഷ്ടപ്പെടുന്നേ ഉള്ളൂ, അലൈഡിന് നിങ്ങൾക്ക് വേറെയും കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നേഴ്സിംഗ് അഡ്മിഷന് പ്രവേശനം നേടിയാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് പാരാമെഡിക്കൽ ഓപ്ഷൻ വെക്കാം. അതുപോലെ ആദ്യ റൗണ്ടുകളിൽ ഫീസ് അടച്ച കുട്ടികളുണ്ടെങ്കിൽ ഈ റൗണ്ടിൽ നിങ്ങൾക്ക് ഫീസ് അഡീഷണൽ വന്നാൽ മാത്രം അത് അടച്ചാൽ മതി. മുമ്പ് അടച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഫീസ് അടയ്ക്കേണ്ടതില്ല. അപ്പോൾ നിങ്ങൾ അലോട്ട്മെന്റ് മെമ്മോയിൽ നോക്കുക, വീണ്ടും ഫീസ് അടയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഡീഷണൽ തുക വന്നിട്ടുണ്ടെങ്കിൽ മാത്രം അടച്ചാൽ മതി, ഇല്ലെങ്കിൽ അടയ്ക്കേണ്ട, നേരെ കോളേജിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചേക്കുക. അലൈഡിൻ്റേത് വന്നിട്ടില്ല, അലൈഡിൻ്റേത് വരുമ്പോൾ വീണ്ടും കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.